ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കേരള വ്ളോഗ്സ്. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. കുറേ കാലമായില്ലേ കണ്ടിട്ടും. എനിക്കൊന്ന് 7-8 മാസമായെന്ന് തോന്നുന്നു വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ലോങ് വീഡിയോ. പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ വീഡിയോ 1-ാം തീയതി തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ചിലപ്പം പറ്റിയില്ലെങ്കിൽ ഒരു 2-ാം തീയതി 3-ാം തീയതി ആയിപ്പോകും, കുഴപ്പമില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എന്നാലും കുറേ മെമ്മറീസൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി കാണുമല്ലോ 2023. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു കുറേ ഓർമ്മകളൊക്കെ ഉള്ളതും, പിന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമല്ലോ പുതിയതായിട്ട്. ഓരോ വർഷം കടന്നു പോകുമ്പോഴും നമ്മൾ ഓരോരോ എന്താ പറയുക പുസ്തക പാഠങ്ങൾ കഴിയുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ പഠിച്ച് നമ്മൾ മുന്നോട്ടല്ലേ പോകുന്നത്. സംബന്ധിച്ച് എന്താ പറയുക, കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോകണമെന്ന്. അതിനാദ്യം ഈ ഇരിക്കുന്ന ഈ സംഭവം നടക്കണമായിരുന്നു, അതായത് വീടേ. കുറേ കാലമായിട്ട് ഒരു 15 വർഷമായിട്ട് വാടക വീട്ടിലായിരുന്നു. കയറി ഇറങ്ങി അങ്ങനെ ഒരു വസ്തുവൊക്കെ വാങ്ങിച്ച് ലോണൊക്കെ എടുത്ത്, ലോൺ ഇടാതെ കാര്യം നടക്കുമോ? ആക്സിസ് ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത്. പിന്നെ അവിടെയായിരുന്നു കുറച്ചാൾ വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, അങ്ങനെ വീട് വെച്ച് അതിനുശേഷമാണ് പിന്നെ പാസ്പോർട്ടൊക്കെ എടുത്തത്. അല്ലാതെ മുമ്പ് നോക്കുമ്പോഴെല്ലാം ആധാറിലൊരു അഡ്രസ്സ്, ഇലക്ഷൻ ഐ ഡിയിലൊരു അഡ്രസ്സ്, 10ലെ സർട്ടിഫിക്കറ്റിലൊരു അഡ്രസ്സ്, പാടായിരുന്നു. അപ്പോൾ അങ്ങനെ വീട് റെഡിയായി. 2022 ഓഗസ്റ്റിൽ വീട്ടിൻ്റെ പാലിയേച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആദ്യം ആധാർ കാർഡിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പാസ്പോർട്ട് എടുക്കുന്നത് തന്നെയായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഹാരിസിക്ക റോയൽ സ്കൈ ഹോളിഡേ പോകണമെങ്കിൽ അവരുടെ പോകത്തുള്ളൂ എന്ന് ആദ്യമേ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2023 ഏപ്രിൽ 19-ാം തീയതി 20-ാം തീയതി എന്നാണ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ തായ്ലാൻഡിലോട്ട് ട്രിപ്പ് പോയി. ഒരു രക്ഷയില്ലാത്ത പാക്കേജ് ആയിരുന്നു, അടിച്ച് പൊളിച്ച്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആയിട്ടാണ് പോയത്. ഫാമിലീസിനൊന്നും കൊണ്ടുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ആയില്ല. അങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡിസംബറിൽ ന്യൂ ഇയറിന് നോക്കിയായിരുന്നു പൊളിക്കാൻ, പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജൊക്കെ വളരെ കൂടുതലായതുകൊണ്ട് ക്രിസ്മസിനും ജാനിനും ഒന്നും പോകാൻ പറ്റിയില്ല. അതായത് 2024 ആഘോഷിക്കാമെന്ന് വിചാരിച്ചു, അവിടെ പറ്റിയില്ല. അപ്പം ഡിസംബറിൽ ഞാൻ പിന്നെ ആ മന്ത് ഒരു എന്താ പറയുക ഒരു സോളോ ട്രിപ്പ് അടിച്ച്. വീഡിയോസൊന്നും അങ്ങനെ അധികം എടുത്തില്ല, അങ്ങനെ വ്ളോഗ് പോലെയൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ ജീവിതത്തിൽ എന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഒരു വർഷത്തിൽ 2 തവണ അങ്ങനെ പോയി അടിച്ച് പൊളിച്ച്. പിന്നെ എന്തു പറയാം, അങ്ങനെ കൊള്ളായിരുന്നു മൊത്തത്തിൽ. പിന്നെ കുറേ ചില കാര്യങ്ങളൊക്കെ എന്താ പറയുക കുറച്ച് എന്താ പറയുക നഷ്ടങ്ങളും, സാമ്പത്തികപരമായിട്ട് അങ്ങനെ കുറച്ച് നഷ്ടങ്ങളും ബാക്കിയൊക്കെ ഉണ്ടായി. അതിൻ്റെ കഥയൊക്കെ പിന്നീട് പറയാം. പിന്നെ എന്താ പറയുക കുറേ വർഷമായിട്ട് ഞാൻ എന്താ പറയുക 2012 തോന്നുന്നു, 2012-10 അപ്പോൾ തൊട്ടാണ് ഞാൻ ജോലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താ പറയുക ആദ്യമൊക്കെ ആദ്യം ഒരു ഫോൺ എടുക്കണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് എനിക്കൊന്ന് 10 കഴിഞ്ഞ് +1 വെക്കേഷൻ സമയത്ത് ആ പെട്രോൾ പമ്പിലാണ് നിന്നത്. അവിടെ നിന്ന് പിന്നെ അപ്പോൾ എത്ര 3000-4000 രൂപയ്ക്കാണ് സാലറി ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ ആ സാലറി വെച്ചിട്ട് ഒരു 2 മാസം അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യത്തെ ഒരു ടച്ച് ഫോൺ എടുത്തു. അതായത് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ജോബ് അതിന് മുമ്പ് പത്രം ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പമ്പായി. പിന്നെ അതിന് ശേഷം പിന്നെ എന്താ പറയുക ബിഗ് ബസാറിൽ കുറച്ചാൾ ക്യാഷറായിട്ടൊക്കെ വർക്ക് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ വേറെ കുറച്ച് നാൾ ഒരു 6-7 മാസം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വേറെ കുറച്ച് കാര്യങ്ങളിലോട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എൻ്റെ ആദ്യ ട്രൈയിൽ കുറച്ചൊക്കെ ആൾമോസ്റ്റ് കിട്ടിയില്ലെന്ന് പോയതാണ്. പിന്നീട് അതിലേക്ക് വേണ്ടി കുറച്ച് സമയം എന്തോ കിട്ടിയില്ല. അത് നമുക്ക് ജീവിതത്തിൽ കുറേയൊക്കെ ചില കാര്യങ്ങൾ കാണുമല്ലോ, നമ്മളെ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതിനും വിഷമിക്കുന്ന ആ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല. അതിനുശേഷം പിന്നെ മാക്സിൽ വർക്ക് ചെയ്തു, മാക്സ് ഫാഷൻ. അതിൽ ക്യാഷറായി, പിന്നെ ഹെഡ് ക്യാഷറായി. പിന്നെ അതിൻ്റെ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു മാരേജൊക്കെ കഴിഞ്ഞു 2018 ആയപ്പോൾ. അതും കഴിഞ്ഞ് പിന്നെ എന്താ പറയുക പിന്നെ അവിടെ നിന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ഒരു 4 വർഷമൊക്കെ 2020 കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി. 2021 എന്തോ ആയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബജാജിൽ കുറച്ച് നേരം വർക്ക് ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ ആക്സിസ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നത്, ഹോം ലോൺ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഹോം ലോണിനെ കുറിച്ചുള്ള എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കുറച്ച് അടിപൊളി വീഡിയോസൊക്കെ ഇനി ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് നാൾ
കുറച്ച് നാളല്ല, എനിക്കൊന്ന് രണ്ട് വർഷത്തിൽ കൂടുതൽ അവിടെ വർക്ക് ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടോ, അതുമാതിരി നല്ലൊരു വർക്കിംഗ് ഫീൽഡും ബാക്കി സെറ്റായിരുന്നു സംഭവം. അങ്ങനെ 2023 തീരുമാനങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളങ്ങനെ നോട്ടീസ് പീരീഡൊക്കെ ഇട്ടങ്ങ് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇങ്ങനെ ജോലി രാജിവെച്ചു. വേറെ കുറച്ച് പുതിയ പ്ലാനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തകളുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പ്രാവർത്തികമാക്കാമെന്ന് വിചാരിച്ചു. യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോസ് ഇൻകം ബേസ് ചെയ്തല്ല കേട്ടോ, വേറെ കുറച്ച് പ്ലാൻ, അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം. യൂട്യൂബിലൊക്കെ ഇതൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ ടച്ച് ചെയ്ത് കുറച്ച് സമയം എടുക്കുമ്പോഴേക്ക് ഒരു സമയമാവും. ഒരു ഫാമിലി ആയിട്ട് താമസിക്കും, പെട്ടെന്ന് നമുക്കൊരു ഇൻകം അതിൽ നിന്നും ജനറേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. വിചാരിക്കും പോലെ അല്ലെന്നേ, കട്ടപ്പാടാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പം ഫ്രീ ബേഡാണ്. പിന്നെ കുറച്ച് മുന്നോട്ടുള്ള കുറേ പ്ലാൻസൊക്കെ എങ്ങനെയൊക്കെ പ്രാവർത്തികമാക്കണം. അപ്പോൾ അങ്ങനെ 2024 അതൊക്കെയാണ് പ്ലാൻസ്. നമ്മുടെ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് പിന്നെ തേഞ്ഞ് പോകരുതല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പ്ലാൻ എയും പ്ലാൻ ബി ഒക്കെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ പോകുന്നു. അതൊക്കെയാണ് ആ ഒരു 2023 ഇതുവരെയുള്ള ഒരു ചെറിയൊരു ചുരുക്കി പറഞ്ഞുള്ള ഇത്രയും വർഷത്തൊരു ഒറ്റവാക്കി പറയാൻ പറ്റുന്ന ഒരു ചെറുകഥ. ഒരു 10 വർഷത്തെ കഥ ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞു തീർക്കാം, അധികം സമയം എടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 8-10-11 വർഷത്തെ കൈകാര്യം എടുക്കണം. അങ്ങനെ ഒരു 10-11 വർഷത്തെ സാലറീഡ് ആയിട്ടുള്ള ജോബ് പിന്നെ അങ്ങനെ അവസാനിച്ചു. എന്തോ നമുക്ക് ആ വിചാരിക്കുന്ന ഒരു സാലറി കിട്ടാത്തതുകൊണ്ടായിരിക്കും. വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ നല്ല സാലറി വാങ്ങിക്കുന്നവരുണ്ട്. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച്, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ബിസിനസ് സ്വന്തം ഇതായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന്, പക്ഷെ വളരെയധികം റിസ്ക് ഉണ്ട്. പിന്നെ ജീവിതത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. ചിലപ്പോൾ അത് തെറ്റ് വാളെറിഞ്ഞ് കുത്തി വാളെടുത്ത് തേഞ്ഞ് ഭണ്ഡാരം അടങ്ങും നമ്മൾ. പക്ഷേ നമ്മൾ വിജയിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അപ്പം അതൊക്കെ മാറ്റിമറിക്കും, നല്ലതിലാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് പുതിയ തീരുമാനങ്ങളെടുത്ത് ഈ 2024 ഞാൻ വരവേറ്റെടുത്തത്. അപ്പം നിങ്ങൾക്കും എല്ലാവർക്കും അതുപോലത്തെ കുറേ ഓരോ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം കാണും. അപ്പം എല്ലാവർക്കും എല്ലാം തീരുമാനിച്ചതുപോലെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം ബൈ, സീ യു. ഇത്രയേ ഉള്ളൂ, ചെറിയ ബൈ.